രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു 5 പോലെ ഞാനും കേട്ടു. ഹെലനോസ് പാർക്ക എന്ന് പറഞ്ഞ ഹെലനോസ് പാർക്ക ജാസി. ഹെലനോസ് പാർക്ക മദ്യം കഴിച്ചിട്ട് പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്ത സംഭവം എല്ലാവരും അറിഞ്ഞതാണല്ലോ. ഇങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വന്നപ്പോ തന്നെ പലരും ജാസിയുടെ അടുത്ത് പറഞ്ഞു ഇതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ. ജാസി ഇപ്പൊ ഒരു റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വന്നേക്കണേണ്. ആദ്യം നമുക്ക് ഹെലനോസ് പാർക്കയുടെ വീഡിയോ കാണും മുമ്പ് ജാസിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹെലനോസ് പാർക്ക എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലനോസ് പാർക്കയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി. സത്യം, ഇങ്ങനൊരു വിഷയം ഹെലനെതിരെ സംഭവിച്ചത് കൊണ്ട് പലരും നിങ്ങളോട് പറഞ്ഞു ഹെലനെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോയുടെ. നേരെ മറിച്ച് ഇപ്പോൾ ഈ സംഭവം നിങ്ങൾക്കെതിരെയായിരുന്നു വന്നെങ്കിൽ ഈ കമൻറ്റോളുകൾ തന്നെ ഹെലനോട് പറയും ജാസിക്കെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോയുടെ. കാരണം നിങ്ങൾ തമ്മിൽ പരസ്പരം പോയി വിളിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കണ്ട് രസിക്കാൻ ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്റെ വീട്ടിലും എന്റെ കുടുംബത്തും എന്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഇഷ്ടപ്പെട്ടു. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്നെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ ധന്യ നിങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്തതിനും പലതിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്ത കാര്യങ്ങളാണ്. പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ജാസിയുടെ പ്രതികരണം കേട്ടില്ലേ? ഹെലൻ ജാസിക്കെതിരെ പല റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം വ്യക്തമായ തെളിവുകൾ വെച്ചാണ്. ആ തെളിവുകൾ കണ്ട ആർക്കും മനസ്സിലാകും ഹെലൻ ജാസിക്കെതിരെ പറഞ്ഞ ഓരോ ആരോപണങ്ങളും 100% സത്യമാണെന്ന്. എന്തായാലും ഇങ്ങനെ ഒരു കേസ് പുറത്തു വന്നതുകൊണ്ട് ഹെലൻ റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഹെലന്റെ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ചെയ്ത തെറ്റ് ഹെലൻ അംഗീകരിക്കുന്നുണ്ട്. അത് തന്നെ കയ്യടി അർഹിക്കുന്ന പെരുമാറ്റം. ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. പക്ഷേ ഈ പ്രശ്നം ഒരു സോറി കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം വന്നാൽ ആര് സമാധാനം പറയും? പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും എടുത്ത് റിയാക്ട് ചെയ്യുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. ഹെലന്റെ മറുപടി കേട്ടില്ലേ? സെലിബ്രിറ്റി എന്നൊരു ഇമേജ് സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് വണ്ടി നിർത്താതെ പോയത്. അത് 100% സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു കേസിൽ ജനങ്ങൾ സാധാരണക്കാരെ പിടിച്ചാലും അല്ലെങ്കിൽ സെലിബ്രിറ്റികളെ പിടിച്ചാലും രണ്ടിനെ രണ്ട് തട്ടകത്തിലാണല്ലോ കാണുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസ് സെലിബ്രിറ്റിക്കെതിരെ ആയതുകൊണ്ട് മീഡിയാസ് അതിനെ വേണ്ട രീതിയിൽ വളച്ചൊടിച്ച് ന്യൂസിൽ പ്രചരിപ്പിക്കും. എന്തായാലും ഹെലൻ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഹെലൻ അടക്കം 16 കുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് ഏതോ ഒരു സൈറ്റിൽ പ്രചരിപ്പിച്ച കേസ്. അതിനെതിരെ മീഡിയാസ് ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞാണ് ഹെലൻ റിയാക്ട് ചെയ്തത്. നമുക്ക് അതിന്റെ ചെറിയ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. 5 വർഷമായിട്ട് ഞാൻ നടക്കുന്ന എന്റെ അടക്കം 16ഓളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൈനറായിട്ടുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോ വളരെ വൾഗറായിട്ട് മോർഫ് ചെയ്തിടുന്ന ഒരു സൈറ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര ചാനൽ അത് എടുത്തിട്ടു? എന്റെ തല തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ എന്റെ മോർഫ് ചെയ്തിട്ടുള്ള ഞാൻ ഓൾറെഡി എന്റെ മീഡിയാസിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് റേറ്റിംഗ് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ഇടുള്ളൂ. കാരണം പബ്ലിക്കലി അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയ ഒരു കാര്യങ്ങൾ അവരധികം പ്രൊമോട്ട് ചെയ്യില്ല. മോർഫ് ചെയ്ത ഫോട്ടോസ്, ആ സൈറ്റിലുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീച്ചിന് വേണ്ടി അത് വെച്ചിട്ടെങ്കിലും എത്ര ന്യൂസ് ചാനൽ അത് ഇട്ടു? ഹെലനോസ് പാർക്ക അടക്കം 16ഓളം പെൺകുട്ടികൾ അടക്കം. കാരണം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ആരും പൊതുവെ കാണില്ല. അവർക്ക് കൂടുതലും റേറ്റിംഗ് കിട്ടുന്ന കാര്യങ്ങൾക്കേ അവർ പ്രയോറിറ്റി കൊടുക്കുകയുള്ളൂ. ഇങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമാവുന്നില്ല എന്ന് നീയൊക്കെ ചോദിച്ചോ? അതെങ്ങനെയാണല്ലോ, അതിനൊരു കണ്ടന്റ് വാല്യൂ ഇല്ലല്ലോ അല്ലേ? വ്ളോഗർ ആയിട്ടുള്ള ഹെലനോസ് പാർക്ക മദ്യപിച്ച് മദ്യലഹരിയിൽ ലക്ക് കെട്ട് പിന്നൊക്കെ പറഞ്ഞാലല്ലേ 4 ആള് കാണുള്ളൂ. എക്സാക്ട്ലി. അതുകൊണ്ടാണ് മീഡിയാസ് ഇങ്ങനെയുള്ള കേസുകൾ കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് പല സെലിബ്രിറ്റീസിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. നല്ലതാണ്. അപ്പൊ
ഹെലൻ മീഡിയാസിനെതിരെ അവസാനം പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്. കാരണം ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ അവർ കൂടുതലായി പ്രൊമോട്ട് ചെയ്യും. പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലോ അധികം പുള്ളിങ് കൊടുക്കില്ല. കാരണം അവർക്ക് വേണ്ടത് റീച്ചും റേറ്റിംഗും ആണല്ലോ. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.